എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ സാസുക അവൻ ആ ബാറ്റിൽ ഫീൽഡിലേക്ക് വരും. സാസുകയെ കണ്ട് എല്ലാവരും ഷോക്കാവും. സാസുക പറയും, ഞാനായിരിക്കും അടുത്ത ലീഫ് വില്ലേജിന്റെ ഹൊക്കാഗ. ഇപ്പൊ ലീഫ് വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞ് അവനും ഇപ്പൊ ടീം 7ലേക്ക് വന്ന് അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. ഷിക്കമരുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷാവും. കാരണം ഇപ്പൊ അവരുടെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും ഫില്ലായിരിക്കുകയാണ്. ഈനോയുടെയും ചോച്ചിയുടെയും മനസ്സിലൂടെ പഴയ മെമ്മറീസ് അതൊന്നൊന്നായി കടന്നു പോകും. അടുത്ത സെക്കൻഡ് നമ്മുടെ ആൾക്കാർ എല്ലാവരും ചേർന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ജൂഗോ അവനാണെങ്കിൽ സാസുകയെ തന്നെ നോക്കി നിൽക്കാണ്. ഹാസറാമയാണെങ്കിൽ ഇപ്പൊ നിലവിളിച്ചു പറയും, എല്ലാ ഹൊക്കാഗമാരും ഉടനെ അസംബിൾ ആവ്. ആ ടെയില് അത് വീണ്ടും അതിന്റെ ടെയിൽഡ് ബീസ്റ്റ് ബോംബ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ എത്രയും പെട്ടെന്ന് നമ്മളത് റെസിസ്റ്റ് ചെയ്യണം. അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ ആ ഒരു ബാരിയർ അത് വീണ്ടും ക്രിയേറ്റ് ചെയ്യും. ടെയിൽഡ് ബീസ്റ്റ് ബോംബ് അത് ആ ബാരിയറിൽ ഇടിച്ച് അതിന്റെ പവർ അത് വന്നതുപോലെ തന്നെ ആ ടെയിലിന്റെ ദേഹത്തേക്ക് ആഞ്ഞടിക്കും. അത്രയും വലിയ പവർ അത് ആഞ്ഞടിച്ചതിനെ തുടർന്ന് ഇപ്പൊ ടെയില് അത് നൈസായിട്ട് സൈഡാവും. നമ്മുടെ ഹൊക്കാഗമാര് ഇപ്പൊ ശ്വാസം വലിച്ചുവിടും. അങ്ങനെ ഒരു വിധത്തില് ആ ടെയിലിനെ ചെറുതായിട്ടൊന്ന് കൺട്രോൾ ചെയ്തു. അത് കഴിഞ്ഞ് ഹാസറാമ സെൻസായി ഇപ്പൊ വുഡ് ക്ലൗൺ ജിപ്സ് ഉപയോഗിച്ച് 5 പേരെ ക്രിയേറ്റ് ചെയ്യും. ഹാസറാമ നിലവിളിച്ച് പറയും, എല്ലാ ഷിനോബികളും റെഡി ആയിട്ട് നിൽക്കണം. ടെൻടൈലിന്റെ സീല് അത് ഞാൻ ബ്രേക്ക് ചെയ്യാൻ പോവാണ്. അത് ബ്രേക്ക് ചെയ്താൽ ഉടൻ ഷിനോബികൾ എല്ലാവരും ആ ടെൻടൈലിനെ അറഞ്ചം പൊറഞ്ചം പഞ്ച് ചെയ്ത് അതിനെ തകർക്കണം. ഹാസറാമയാണെങ്കിൽ അടുത്തതായിട്ട് വലിയൊരു ഗേറ്റ് ജിപ്സു അതുപയോഗിച്ച് ആ ടെൻടൈലിന്റെ തല അത് ലോക്ക് ചെയ്യും. അതിനുശേഷം ബാരിയർ ഓപ്പൺ ചെയ്ത് ഷിനോബികളെ അതിന്റെ അടുത്തേക്ക് കടത്തിവിടും. കട്ട് ചെയ്ത ഇവിടെ മാതുറ അവനാണെങ്കിൽ ഹാസറാമയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അടുത്ത സെക്കൻഡ് ഹാസറാമ ആളിപ്പോ മാതുറയുടെ തൊട്ടടുത്തെത്തും. അവർ രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ മാതുറ അവനിപ്പോ ക്യാഷ്വലായിട്ട് പറയും, എനിക്കിപ്പോ നിന്നോട് ഫൈറ്റ് ചെയ്യാൻ മനസ്സില്ല. അത് കേട്ട് ഹാസറാമ ഷോക്കാവും. നീയല്ലേ പറഞ്ഞത് നിനക്ക് ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന്. അത് കേട്ട് മാതുറ ചിരിക്കും, എനിക്ക് ഫൈറ്റ് ചെയ്യേണ്ടത് റിയൽ ഹാസറാമയായിട്ടാണ്, അല്ലാതെ അവന്റെ ക്ലൗണുമായിട്ടല്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ബാറ്റിൽ ഫീൽഡ് കാണിക്കും. റിയൽ ഹാസറാമ ആളാ ഷിനോബികളുടെ കൂടെ ടെൻടൈലിനെ തല്ലി തല്ലി കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും അവരൊരു പ്രത്യേക കാര്യം നോട്ട് ചെയ്യുക. അതായത് ആ ടെൻടൈലിന്റെ ബോഡിയിൽ ഒട്ട പോലെ എന്തൊക്കെയോ ബൾജ് ചെയ്ത് വരാനായിട്ട് ആരംഭിക്കും. ഉടനെ അതിലൂടെ ചെറിയ ചെറിയ ടെൻടൈലുകൾ ഇപ്പൊ പുറത്തേക്ക് ഓടി വരും. നാറൂട്ടോ നിലവിളിച്ചു പറയും, ആരും പേടിക്കേണ്ട ആവശ്യമില്ല, സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്യ്. അത് കേട്ട എല്ലാ ഷിനോബികളും അവരുടെ ആയുധമൊക്കെ എടുത്ത് സ്ട്രോങ് ആയിട്ട് അവറ്റകളെല്ലാം വെട്ടിയെറിയും. സാക്കുറയാണെങ്കിൽ ഇപ്പൊ കുട്ടപ്പനെ നോക്കി നിൽക്കുകയാണ്. കാരണം നറൂട്ടോയും സാസുകയും അവർ രണ്ടുപേരുമാണ് എപ്പോഴും എന്നെ പ്രൊട്ടക്ട് ചെയ്തിരുന്നത്. അപ്പോൾ അവൾ അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് സാബുസയായിട്ട് പണ്ടുണ്ടായ ഫൈറ്റ് അത് മുഴുവൻ ആലോചിക്കാനായിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത് സാസുകയും നറൂട്ടോയും അവർ രണ്ടുപേരും ചേർന്നായിരിക്കും സാബുസയെ തല്ലിക്കൊല്ലുക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നറൂട്ടോ അവനാണെങ്കിൽ ഒറോച്ചിമാറുവിന്റെ കയ്യിൽ നിന്ന് സാസുകയെ ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെടുത്തും. അതിനുശേഷം വീണ്ടും പരുക്ക് പറ്റിയ സാക്കുറയെ അവൻ സേഫ് ആയിട്ട് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകും. ഒറോച്ചിമാറു ആണെങ്കിൽ കുട്ടപ്പനെ തൂക്കിയെടുത്ത് അറഞ്ചം പൊറഞ്ചം നിലത്തടിക്കും. ആ സമയത്ത് നറൂട്ടോ അവന്റെ 9 ടൈൽ മോഡിലേക്ക് മാറും. അതിനുശേഷം ആ 9 ടൈൽ പവർ വെച്ച് ഒറോച്ചിമാറുവിനെയും അവന്റെ പാമ്പിനെയും അങ്ങനെ തെറിപ്പിച്ച് കളയും. സാസുക ആണെങ്കിൽ ലോങ് ഷോട്ടിൽ നിന്ന് ഫയർ സ്റ്റൈൽ ജിപ്സും ഒക്കെ വെച്ച് ഒറോച്ചിമാറുവിനെ അറ്റാക്ക് ചെയ്യും. സാക്കുറ പതിയെ കണ്ണു തുറക്കും. എന്നിട്ട് അവർ രണ്ടുപേരെയും നോക്കി നിൽക്കും. സാക്കുറയ്ക്ക് അവളെ തന്നെ വലിയൊരു യൂസ്ലെസ് ആയിട്ട് തോന്നും. താനൊരു ഫുൾ ഫ്ലെഡ്ജഡ് കുണോച്ചിയായിട്ട് പോലും എന്നെ പോലും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആവുന്നില്ല. അതിനുശേഷം സാക്കുറ അവളെ തന്നെ സ്ട്രോങ് ആക്കി എല്ലാ ബാറ്റിലും വില്ലന്മാരുമായിട്ട് സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്യും. അങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഒരു വില്ലത്തി സാക്കുറയുടെ മുടി പിടിച്ച് അവളെ ലോക്ക് ചെയ്യുക. അതിന് സാക്കുറ അവള് മറ്റൊന്നും നോക്കില്ല, അവളുടെ മുടി തന്നെ വെട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. ഇത്രയും കാലവും നറൂട്ടോയും സാസുകയും അവർ രണ്ടുപേരും എന്നെ പ്രൊട്ടക്ട് ചെയ്യായിരുന്നു. ദിവസങ്ങളും കാലങ്ങളും പോകുന്തോറും അവരുടെ ലൈഫിൽ ഓരോരോ ഗ്രോത്തുകൾ വന്നുകൊണ്ടേയിരുന്നു. പക്ഷെ എൻ്റെ ലൈഫിലാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഗ്രോത്തും ഉണ്ടായിട്ടില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത പിന്നീട് കാണിക്കുക സാസുകയും നറൂട്ടോയും അവർ രണ്ടുപേരും പരസ്പരം പവറൊക്കെ എടുത്ത് അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞെടുക്കുന്ന രംഗമാണ്. ആ സമയത്തും സാക്കുറ അവരെ തടയാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴും അവൾ തോറ്റുപോകും. കാക്കാഷി മാസ്റ്റർ ആയിരിക്കും അവർ രണ്ടുപേരെയും തടഞ്ഞു നിർത്തുക. പിന്നീട് സാക്കുറയ്ക്ക് കൊടുത്ത വാക്ക് അത് പാലിക്കാനായി നറൂട്ടോ അവൻ ലോകം മുഴുവൻ അലഞ്ഞ് സാസുകയ്ക്ക് വേണ്ടി അങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. സാക്കുറയ്ക്കാണെങ്കിൽ അതിൽ പിന്നീട് ഒരുപാട് കുറ്റബോധം തോന്നും. സാക്കുറ നറൂട്ടോയോട് സോറിയൊക്കെ പറഞ്ഞ്
പിന്നീട് ഹൊക്കാഗെ ആന്റിയുടെ അടുത്തേക്ക് വരും. ഹൊക്കാഗെ ആന്റിയോട് ചേർന്ന് നിന്നുകൊണ്ട് അവൾ അന്ന് മുതൽ ഒരു മെഡിക്കൽ നിഞ്ച ആവാനായി ട്രെയിനിങ് ആരംഭിക്കും. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചും റിസർച്ച് ചെയ്തും ട്രെയിനിങ് എടുത്തും അവൾ ആദ്യമായി ഒരു ഫിഷിന്റെ ജീവൻ തിരികെ പിടിക്കും. പിന്നീട് വീണ്ടും ട്രെയിനിങ് എടുത്ത് കാലങ്ങൾ കഴിയുമ്പോൾ അവൾക്കും ഹൊക്കാഗെ ആന്റിയുടെ അതേ പവർ കൈവരും. ഹൊക്കാഗെ ആന്റി പറയും, നിന്റെ മൂവ്മെന്റ്സ് ഒക്കെ അടിപൊളിയാണ്, പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം അതൊരിക്കലും നീ മറക്കാൻ പാടില്ല. ഒരു ബാറ്റിലും മെഡിക്കൽ നിഞ്ചകള് മരിക്കാനായിട്ട് പാടില്ല. അവര് വേണം ബാക്കിയുള്ള ഷിനോബികൾക്കും നിഞ്ചകൾക്കും ട്രീറ്റ്മെന്റ് കൊടുക്കാൻ. സോ അവരുടെ ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാരണവശാലും ഫ്രണ്ട് ലൈനിൽ നിന്ന് നീ ഫൈറ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ നിന്റെ യഥാർത്ഥ പവർ എന്താണെന്ന് നീ നിന്റെ ഓപ്പണൻസിന് കാണിച്ചു കൊടുക്കണം. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. സാക്കുറ ചില്ലറക്കാരിയല്ല. അവളിപ്പോ ലേഡി ഹൊക്കാഗയുടെ പവർ അതങ്ങനെ എടുത്ത് ആ ഒരു മോൺസ്റ്ററിനെ കറക്കൊരൊറ്റ ഇടിക്കും. ആ ഒരു ഇടിയില് മോൺസ്റ്റർ തെറിച്ചു പോവും. സാസുകയും നമ്മുടെ കുട്ടപ്പനും അവർ രണ്ടുപേരും ഷോക്കായി സാക്കുറയെ നോക്കി നിൽക്കും. സാക്കുറയാണെങ്കിൽ അവളുടെ 100 സീലിംഗ് മാർക്ക് അതങ്ങനെ അവയ്ക്ക് ചെയ്ത് നിൽക്കും. എന്നിട്ട് രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് നിലത്താഞ്ഞടിക്കും. ആ ഒരു അടിയില് 100 മോൺസ്റ്റേഴ്സ് തെറിച്ചു പോവും. ആസറാമ സെൻസായി ആള് വണ്ടടിച്ച് ഈ ഒരു പെണ്ണ് അവൾ ലേഡി ഹൊക്കാഗെ കഴിഞ്ഞും പവർഫുൾ ആണോ എന്ന് ചോദിച്ച് അവളെ നോക്കി നിൽക്കും. അസിസ്റ്റന്റ് ചേച്ചി അവൾക്കാണെങ്കിൽ ഇത് സത്യമാണോ സ്വപ്നമാണോ എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഇവിടെ കുട്ടപ്പനാണെങ്കിൽ പേടിച്ച് 100 മീറ്റർ മാറി നിൽക്കുകയാണ്. സാക്കുറയുടെ മൂട്ടി പോയി വല്ല ഇടിയും കിട്ടിയ അവന്റെ കഥ കഴിയും. അപ്പോഴായിരിക്കും സാക്കുറയുടെ മുൻപിലേക്ക് ഇപ്പൊ വലിയൊരു ഭീമൻ മോൺസ്റ്റർ വരിക. അത് കണ്ട സാസുക അവനും ഇപ്പൊ സാക്കുറയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കും. രണ്ടുപേരുടെയും പവർ കയ്യിലെടുത്ത് ഫോർമേഷൻ അറ്റാക്ക് ചെയ്ത് അതിനെ പറത്തി ദൂരേക്ക് കൊണ്ടുപോകും. എന്നിട്ട് സാക്കുറയും സാസുകയും അവര് പരസ്പരം നോക്കി ചിരിക്കും. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവരിപ്പോ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഉടനെ നറൂട്ടോയും ഇപ്പൊ അവരുടെ അടുത്തേക്ക് വരും. കിബയ്ക്കാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. കിബ പറയും, അവര് 3 പേരും ഒന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന കണ്ടില്ലേ? സോ നമ്മുടെ ടീമിന്റെ പവർ അതെന്താണെന്ന് കാണിക്കണ്ട കറക്റ്റ് സമയമാണിത്. മറ്റൊരു ഭാഗത്ത് മിനട്ടോ ആളാണെങ്കിൽ കണ്ണ് ചിമ്മാതെ ഇപ്പൊ കുട്ടപ്പന്റെ പവറും അവന്റെ സ്ട്രെങ്തും സ്റ്റൈലും ഒക്കെ നോക്കി അങ്ങനെ വിലയിരുത്താണ്. ഇവിടെ ഷിക്കമരു ചോച്ചി അവരുടെ ക്ലൗൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വമ്പ സ്റ്റൈലിൽ നിൽക്കും. കിബയാണെങ്കിൽ അവന്റെ പട്ടിക്കുട്ടിയെ 3 ഹെഡഡ് ബീസ്റ്റഡ് ഡോഗ് ആക്കി മാറ്റി അങ്ങനെ മാസായിട്ട് നിൽക്കും. അതേസമയം ഷീനോ അവനാണെങ്കിൽ വലിയൊരു മോൺസ്റ്ററിന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് അവന്റെ ഒരു ഇൻസെക്റ്റിനെ അതിന്റെ ബോഡിയിലേക്ക് കടത്തിവിടും. ബോഡിയിലേക്ക് അത് കയറി കഴിഞ്ഞ ഉടൻ അതിന്റെ വലുപ്പം അത് 10 മടങ്ങാവും. മോൺസ്റ്റർ തകർന്ന് ഇപ്പൊ ആ ഇൻസെക്റ്റ് അത് വെളിയിലേക്ക് വരും. മറ്റൊരു ഭാഗത്ത് ഹിനട്ട അവളുടെ 32 പോംസ് പവർ അതുപയോഗിച്ച് ഒരു വലിയ മോൺസ്റ്ററിനെ അറഞ്ചം പുറഞ്ചം തല്ലുകയാണ്. ആക്ച്വലി ഹിനട്ടയുടെ മാക്സിമം പവർ 32 പംസ് ആണ്. പക്ഷെ ഇത്തവണ അവൾ കുട്ടപ്പനെ ആലോചിക്കും. ഉടനെ അടുത്ത സെക്കൻഡ് അവളുടെ പവർ അത് 36 പംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് ആഞ്ഞൊരൊറ്റ അടി അടിക്കും. ആ അടിയില് മോൺസ്റ്റർ കറങ്ങി അടിച്ച് താഴെ വീഴും. ഇവിടെ ഷിക്കമരുവും ഈനോയും ചോച്ചിയും അവർ 3 പേരും ഇപ്പൊ കോമ്പിനേഷൻ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു. ഷിക്കമരു ആണെങ്കിൽ അവന്റെ ഷാഡോ ചിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ ചോച്ചിയെ കൺട്രോൾ ചെയ്യും. അതേസമയം ഈനോ അവർക്ക് ചുറ്റുമുള്ള വില്ലന്മാരെ കറക്റ്റായിട്ട് സെൻസ് ചെയ്യും. അത് മനസ്സിലാക്കിയ ഷിക്കമരു ചോച്ചിയെ ഇപ്പൊ വലിയൊരു ബോളാക്കി മാറ്റും. ചോച്ചിയാണെങ്കിൽ അവന്റെ വെയിറ്റ് ഇൻക്രീസ് ആക്കും. ചോച്ചിയെ കറക്കി എടുത്ത് ഇപ്പൊ ഷിക്കമരു ചോച്ചിയെ കറക്കി വീശും. ആ ഒരു വീശലില് ഒരുപാട് വില്ലന്മാര് തെറിച്ച് ദൂരെ പോവും. അങ്ങനെ എല്ലാ ഭാഗത്തും പൊരിഞ്ഞ അറ്റാക്ക് നടക്കുമ്പോഴായിരിക്കും സായി അവൻ അവിടേക്ക് പറന്നു വരിക. സായിയെ കണ്ടൊരു മോൺസ്റ്റർ ഇപ്പൊ കറക്റ്റായിട്ട് അവനെ എയിം ചെയ്ത് അറ്റാക്ക് ചെയ്യും. ഉടനെ ആ ബേർഡ് മുഴുവനായിട്ടും തകർന്ന് സായി താഴേക്ക് വീഴും. കുട്ടപ്പൻ ചാടി വന്ന് അവനെ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യും. കുട്ടപ്പൻ അവന്റെ കൈ പിടിച്ച് പറയും, സായി ഇത് ഞാനാണ് നറൂട്ടോ, നീ ഓക്കെ അല്ലേ? അതിനവൻ പറയും, കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോ ഓക്കെയാണ്. സായി ചോദിക്കും, നിന്നെ കൊണ്ട് 9 ടൈൽ പവർ അതിപ്പോ ഷെയർ ചെയ്യാൻ കഴിയോ? അതിന് കുട്ടപ്പൻ പറയും, അയ്യോ ഇല്ല, ഓൾറെഡി എന്റെ 9 ടൈൽ പവർ അത് കംപ്ലീറ്റ് ആയിട്ട് ട്രെയിൻ ആയിരിക്കുകയാണ്. 9 ടൈൽ അതിന്റെ പവർ അത് ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബൂസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് പവർ തരാൻ കഴിയും. ആസറാമ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പൊ 10 ടൈലിനെ കൺട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ആളുടെ വുഡ് ജിപ്സു അതിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും അവറ്റകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഉടനെ സായി അവൻ നറൂട്ടോട് പറയും, മെയിൻ ബോഡിയെ തകർത്താൽ മാത്രമേ ഇവറ്റകളെ മുഴുവൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാനാവൂ. പക്ഷെ നിന്റെ 9 ടൈൽ ചക്ര അതില്ലാതെ നമുക്കൊന്നും ചെയ്യാനാവില്ല. അതിന് നറൂട്ടോ പറയും, അതിന് മറ്റൊരു വഴിയുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ അവർ 3 പേരും കൈ കടിക്കും. അതിനുശേഷം അവർ സമറും ജിപ്സു അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കും. ലെജൻഡറി സനിയൻസ് അവരെങ്ങനെ നിൽക്കുന്നോ അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാര്
ഫയർ ആയിട്ട് നിൽക്കുകയാണ്. അവരുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് അവരുടെ സമറിൻ ആനിമൽസും പവർഫുള്ളായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.